അമ്മേ ഞാൻ അമ്മാവന്റെ വീട് എത്തിയിട്ടില്ല, എത്താനായി. ആ അതൊക്കെ പ്രത്യേകം പറയണം അമ്മേ, അത് ഞാൻ കൊടുത്തോളാം. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കാം. എടാ വിനോയി, എവിടെ പോണ്ടാ? ദാരി ഷാജിയ, ഞാൻ നമ്മുടെ അമ്മാവന്റെ അടുത്ത്. ഏതമ്മാവനുണ്ടാ? ട്രാക്കുള ഷൈബാണോ? മിനിറ്റാണെന്ന് കേക്കണ്ട. അത് തന്നെ, ആള് കിടപ്പിലല്ലേ, അപ്പൊ ആളൊന്നും കാണാൻ പോണു. കിടപ്പിലായതെന്നായി, അല്ലെങ്കിൽ ഒരാൾക്ക് വഴിയെ പോകാൻ പറ്റില്ലായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടാ? നമ്മ വീടിന്റെ ഉമ്മറത്തിട്ട് പടക്കം പൊട്ടിച്ചെന്നും പറഞ്ഞ് നമ്മളെ ഓടിച്ചിട്ട് എത്ര എത്ര കാര്യങ്ങള്. അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല ഷായിച്ചേട്ടാ. ഇത്തവണ ഒന്ന് ലീവില് വന്നപ്പോ ജസ്റ്റ് ഒന്ന് കാണാൻ വരാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇങ്ങോട്ട് വല്ല ടാസ്ക് ആയിരിക്കുള്ളൂ. എന്തായാലും നീ പോയിട്ട് വാ. പോണ പോലെ തന്നെ തിരിച്ചു വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. താനൊന്ന് പോയടോ, ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, അമ്മാവനൊക്കെ ആകെ മാറി. ശരി ശരി, പോയിട്ട് വാ. എന്നാ ശരി, എന്നാ ഞാൻ പോട്ടെ. ഒന്ന് കാണട്ടെ. സുലോ, മരുന്ന് പിടിക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയില്ലേ അവള്? ഇവളും മരുന്ന് പിടിക്കാൻ പോയതോ അതും മരുന്ന് ഉണ്ടാക്കാൻ പോയതോ? സുലോ, അമ്മാവാ. ഇതാര്? അപ്പുവാ? എത്ര നാളായിടാ നിന്നൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇവിടേക്കുള്ള വഴിയൊക്കെ നീ മറന്നുപോയാ? വായോ, ഇവിടെ ഇരിക്കി, ചോദിക്കട്ടെ. അതെന്ത് വർത്തരണം അമ്മ പറഞ്ഞത്? അമ്മാവനൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? അമ്മാവനറിയാല, ഞാനിപ്പോ കുറച്ച് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പൊ ലീവിന് വന്നപ്പോ ഞാൻ നേരെ വന്നത് അമ്മാവന്റെ അടുത്തേക്കാണ്. അത് കളാ, അമ്മാവനൊരു തമാശ പറഞ്ഞല്ലേ. മോന് സുഖം തന്നെയല്ലേ? അമ്മാവാ സുഖം. എന്താണ് പിന്നെ അമ്മാവന്റെ വിശേഷങ്ങളൊക്കെ? അമ്മാവനിപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറവുണ്ടാ? ആടാ, ചില സമയത്ത് അവിടെ ഇവിടെ ഒക്കെ വേദനയുണ്ട്. ഒന്ന് എഴുന്നേൽക്കണേൽ ആരെങ്കിലൊക്കെ സഹായം വേണ്ടി വരും. അവള് ഇവിടെ ഉണ്ടായതാണ്ട് മരുന്ന് മേടിക്കാൻ പോയതാണ്. അവള് എവിടെ പോയി കിടക്കാണ്. പിന്നെ അമ്മാവാ, ഞാനിപ്പോ തന്നെ പോകട്ടാ. എന്തായാലും അമ്മായിനോടൊന്ന് പറഞ്ഞേക്ക്. നീ ഇപ്പൊ തന്നെ വന്നിട്ടല്ലേ ഉള്ളു, അപ്പൊ തന്നെ പോണോടാ മോനെ. എനിക്ക് അമ്മാവനൊന്നും മര്യാദക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല നിന്നോട്. ഞാനതിന് പോയിട്ട് നാളെ വരും, അപ്പൊ നമുക്ക് മര്യാദക്ക് സംസാരിക്കാല. ഇപ്പൊ എനിക്ക് പോണ വേറെ ഒന്നല്ല, ജോലിയുടെ ചെറിയൊരു ആവശ്യത്തിനായിട്ട് പോണു. ഇപ്പൊ പോയില്ലെങ്കിൽ അത് ശരിയാവൂല, അതുകൊണ്ടല്ല അമ്മാവാ. മോനെന്തായാലും പോയിട്ട് വാ, നാളെ എന്തായാലും ഇങ്ങോട്ട് വരണോട്ടാ. അത് പ്രത്യേകിച്ച് പറയണം അമ്മാവാ, ഞാൻ എന്തായാലും നാളെ വരും. പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ. കാശാണോ? വേണ്ട, കാശൊന്നും വേണ്ട, അത്യാവശ്യം കാശുണ്ട് ഇവിടെ. അവിടെ ഇരിക്കട്ടെ അമ്മ, മരുന്ന് എന്തെങ്കിലും മേടിക്കാല. വേണ്ട മോനെ, എന്തിനാണിത്? എന്തായാലും ഞാൻ പോയിട്ട് വരാം. അമ്മായി വരുമ്പോ അമ്മായിനോടൊന്ന് പറഞ്ഞേക്കിട്ടാ. അങ്ങനെ ആവട്ടെ മോനെ, സമയമില്ലാത്തോണ്ടാണ്. പിന്നെ ഞാൻ എന്തായാലും നാളെ പോയിട്ട് വരാട്ടാ. ശരിയിട്ട് അമ്മായിനോട് പറഞ്ഞേക്കേ. ശരി. പോയാ എത്രയാണ് അവൻ പറ്റും? പൈസ കയ്യിലുണ്ടല്ലോ, അപ്പൊ അമ്മാവന് കൊടുത്തു. ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഷാജി, സിപ്പിടാ. സിപ്പാ? എടാ നീ അമ്മാന്റെ വീട്ടിലേക്കല്ലേ പോണ്? ഇതും വെച്ചാണോ പോണ്? അതവിടെ തുമ്പ തുപ്പിക്കളയത്താ സാധനം. ഇതിലൊന്നുമില്ലല്ലോ, എന്ത് വെച്ചാണോ എനിക്ക്? ഇതെങ്ങനെ വെക്കണ്ടോ? കാശ് ഞാൻ തന്നെ വിളിക്കാനുണ്ട്. എടാ എന്നെ രാജേഷ് വിളിക്കണ്ട, പോയിട്ട് വരാം. എടോ, തനിക്കിത് വേണ്ടേ? എനിക്ക് വേണ്ട, താൻ വെച്ചോ. ഇതിപ്പോ ഞാനിത് കൊണ്ട് എന്ത് ഇവിടെ ഉണ്ടാവോ? എവിടെ പോകലേട്ടോ, ഇതും കൊണ്ട് പോക്കലിട്ട് ഇറക്കാൻ പറ്റില്ല. ദൈവമേ, എന്റെ മോൻ സന്തോഷത്തോടെ തന്ന കാശാണ്. അമ്മാവന് വയ്യാതെ കിടക്കണ എന്നെ നീ ഹാൻഡ്സ് ആയിരുന്നു കൊല്ലാൻ നോക്കണോ? അമ്മാവ ഒരബദ്ധം.